കോഴിക്കോട് പേരാമ്പ്ര കാർ കത്തിയ സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി റിജിനാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ റിജിൻ്റെ ഭാര്യ സോന മരിച്ചിരുന്നു. വിവരങ്ങളുമായി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. കാർ കത്തിയ ദിവസം തന്നെ ഈ റിജിൻ്റെ ഭാര്യ സോന മരിച്ചിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ റിജിൻ ചികിത്സയിലായിരുന്നു. റിജിൻ ഇന്ന് മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സോന പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. സോന പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ച് പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പോലീസ് പുറത്തുവിട്ടിരുന്നു. ബന്ധുക്കളോടും പോലീസ് അത്തരത്തിലാണ് അറിയിച്ചത്. അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ റിജിൻ്റെ ഭാര്യ സോന മരണപ്പെട്ടിരുന്നു. ഈ സോന പെട്രോൾ വാങ്ങി പോകുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇന്നിപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന റിജിൻ കൂടി മരിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ പേരാമ്പ്രയിൽ അന്നുണ്ടായത്. ചെറുവണ്ണൂർ കക്കറമുക്കി കാറിന് തീപിടിച്ച് ഗർഭിണിയായ ഭാര്യ മരിച്ചിരുന്നു. ആ ഒരു സംഭവത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന ഭർത്താവും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് സ്വദേശി റിജിൻ ലാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. 60% മുകളിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. ഈ കാറിന് തീപിടിച്ച സംഭവത്തിൽ ഭാര്യ സോന മരിച്ചിരുന്നു. മരിച്ച് 7ാം ദിവസമാണ് ഇപ്പോൾ ഭർത്താവിന്റെയും ദാരുണാന്ത്യം. ഈ സോന ഗർഭിണിയുമായിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല രീതിയിലുള്ള ദുരൂഹതകളും അല്ലെങ്കിൽ പ്രചാരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടന്നത് ഇയാളുടെ വീടിന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചായിരുന്നു. അന്ന് ഈ സോന ഗർഭിണിയായിരുന്ന സമയത്താണ് ഈ മരണം സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് സോനയുടെ ബന്ധുക്കളും ഈ ഭർത്താവിനെതിരെ ആരോപണമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ യുവതി തന്നെയാണ്, മരിച്ച സോന തന്നെയാണ് ഈ പെട്രോൾ വാങ്ങിയത്. പേരാമ്പ്ര ടൗണിൽ നിന്ന് പെട്രോൾ വാങ്ങി പിൻസീറ്റിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു. അത് അവരുടെ ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ളത് അറിയുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിന്റെ ദുരൂഹത ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇതിൽ തീപിടുത്തത്തിൽ യുവതിയാണ് കാരണക്കാരി എന്നുള്ളത് തെളിയിക്കാൻ ഇതുവരെയും പോലീസിന് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മരണമൊഴി റിജിൻ പോലീസിനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അവന്തിക. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.